ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ, എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക ചവണി വെച്ചിട്ടുള്ളൊരു വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ചക്കയുടെ ഒരു ഭാഗം നമ്മൾ സാധാരണയായിട്ട് വലിച്ചെറിയാനുള്ള പതിവ്. അപ്പോൾ ഇനി മുതൽ ചക്ക കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് ചക്ക ചവണിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സവാള സ്ലൈസാക്കി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിയില, വേപ്പില ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞു വെച്ചത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇനി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. സവാള ചേർക്കണമെന്ന് നിർബന്ധമില്ല, ചക്കച്ചവണി മാത്രമായിട്ട് ചേർത്ത് കൊടുത്താലും മതി. എല്ലായിടത്തും ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്നാലും ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഇപ്പോഴും ചക്ക കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ചക്ക കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. സാധാ ഉള്ളിവടക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടികൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 1 കപ്പ് അളവിൽ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലപ്പൊടി ഇല്ലെങ്കിൽ മൈദപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയാണ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുക്കാത്ത സാധാ ചേർത്ത് കൊടുക്കുകയാണ്. വറുത്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിവടക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുത്താൽ മതി. ഇനി ഇത് ഒരു ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എണ്ണയിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഉള്ളിൽ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. എന്നിട്ടൊരു ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി ചക്ക കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു ഉള്ളിവടയുടെ ഒക്കെ ഒരു ലുക്കാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർ കാണണമെന്നുണ്ടെങ്കിൽ അവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.